ചേച്ചി നമുക്ക് മീൻ പിടിക്കാൻ പോവാ. ആരോ നമുക്ക് പോയാലോ? എത്ര നാളായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒടുക്കത്തെ മഴ കാരണം എവിടെയും പോവാൻ വയ്യ. അമ്മ സമ്മതിക്കോ? അമ്മയോട് നല്ല ചീത്തേക്കും. അപ്പൊ കൂടെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാതി. വാ ചേച്ചി മീൻ പിടിക്കണം വാ. അല്ല മൂന്നാളും കൂടെ ഇവിടെ എന്താ പരിപാടി? ഒന്നുമില്ല അമ്മേ, ഞങ്ങള് ചുമ്മാ. അപ്പൊ അപ്പുക്കുട്ടും പറയാ അവനെ മീൻ പിടിക്കാൻ പോണോന്ന്. ഞങ്ങളൊന്ന് പോയി വന്നാലോ അമ്മേ? ആഹാ, ഇനി ഇങ്ങനെ മീൻ പിടിച്ച് നടന്നാ മതിയോ? സ്കൂളിലൊക്കെ പോകണ്ടേ? അപ്പുക്കുട്ടനെ LKG ചേർത്താനേ അച്ഛനും അമ്മയും കൂടെ പോവാൻ നിൽക്കാണ്. അപ്പഴാണോ മീൻ പിടിക്കാൻ പോകുന്നേ? അപ്പുക്കുട്ടനെ ചേർത്താൻ പോവാണമ്മേ? പിന്നെ അല്ലാതെ നാളെ സ്കൂൾ തുറക്കൂലേ, ഇന്നെങ്കിലും കൊണ്ടുപോയി ചേർത്തണം. നാളേക്ക് കാത്തിരുന്നാലേ രാവിലെ അച്ഛൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞേ. മാത്രമല്ല നാളെ സ്കൂൾ തുറക്കുന്ന ദിവസം ആയതുകൊണ്ട് സ്കൂളിൽ നല്ല തിരക്കായിരിക്കും. ഇന്നാകുമ്പോ വലിയ ബഹളമൊന്നും ഇല്ലാതെ വേഗം ഒന്ന് അഡ്മിഷൻ എടുത്ത് പോരാ. ഹായ്, അപ്പൊ അപ്പുക്കുട്ടന് നാളെ തൊട്ട് ഞങ്ങളുടെ ഇവിടെ സ്കൂളിൽ വരുമല്ലോ അമ്മേ? പിന്നെ നിങ്ങൾ രണ്ടുപേരും വേണം അവനെ നല്ലോണം നോക്കാന്. അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്നൊക്കെ നിങ്ങൾ പോയി ശ്രദ്ധിക്കണം കേട്ടോ. അക്കാര്യം ഞാൻ ഏറ്റു. അമ്മ ഞങ്ങളും കൂടെ വരട്ടെ അവന് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ? അതെന്തിനാ നിങ്ങൾ വരുന്നേ? അവൻ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നല്ലോ അമ്മേ. എനിക്ക് എന്റെ സ്കൂളൊക്കെ അവനൊന്ന് കാണിച്ചു കൊടുക്കണം. ആ എന്നാ പോന്നോ, എന്തായാലും നമ്മള് കാറിലല്ലേ പോകുന്നേ. നിങ്ങൾ കൂടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ അതില്. നാളെ ഞാൻ വേഗം ചോറും കറി ആക്കി വെക്കട്ടെ, അപ്പോഴേക്കും അച്ഛൻ വരും. അങ്ങനെ അപ്പുക്കുട്ടന് സ്കൂളിൽ പോകാനായി. ഇനിയിപ്പോ നീ വലിയ കുട്ടിയായി കേട്ടോ അപ്പുക്കുട്ടാ. എന്റെ പൊന്നപ്പുക്കുട്ടാ, നീ ഇത്രയ്ക്കങ്ങ് സന്തോഷിക്കണ്ട. സ്കൂളിൽ എന്ന് പറഞ്ഞാലേ വീട് പോലെയല്ല. അവിടെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്റെ അപ്പുക്കുട്ടാ. പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, ടീച്ചർമാരെ വായിലിരിക്കുന്ന കേൾക്കണം, അവരുടെ തല്ല് കൊള്ളണം, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയോ. രാവിലെ നേരത്തെ എണീക്കണം, ട്യൂഷന് പോകണം, പഠിക്കണം. വീട്ടിൽ വന്നാലും സൗകര്യമല്ല, സ്കൂളിൽ പോയാലും സൗകര്യമല്ല. ഇതാണ് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. അതിനാണ് ഈ ഇളിച്ച പല്ലും കാട്ടി നിൽക്കുന്നത്. അങ്ങനെയാണ് അപ്പുക്കുട്ടനെ സ്കൂളിൽ പോകണ്ട. എന്താ പറയും ഇങ്ങനെയൊക്കെ ഓന് പറഞ്ഞു കൊടുക്കുന്നേ? നിനക്കോ സ്കൂളിൽ പോകാൻ മടിയാണ്, ഇനി ഓനും കൂടി മടിയനാക്കണോ? പിന്നെ ഞാൻ സത്യമല്ലേ ചേച്ചി പറഞ്ഞത്, രാവിലെ ഉറങ്ങാനും കഴിയൂല. ഈ തണുത്ത മഴയത്തൊക്കെ ആർക്കായി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിൽ പോകാൻ തോന്നുക? എനിക്ക് ആലോചിക്കുമ്പോ തന്നെ എന്തൊക്കെയോ ആവുന്നു. അപ്പുക്കുട്ടനെ പോകണ്ട സ്കൂളിൽ, അപ്പുക്കുട്ടനെ കുളിക്കണ്ട, അപ്പുക്കുട്ടനെ തണുക്കൂ. അതന്നെ ഞാൻ പറഞ്ഞത് നിന്നോട്, ഇത്ര ആവശ്യം വേണ്ട. എന്റെ പാറു അവൻ ആദ്യമായിട്ട് നാളെ സ്കൂളിൽ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവൻ നല്ല കരച്ചിലായിരിക്കും അവിടെ പോയിട്ട്. ഞാൻ സ്കൂളിൽ പോകൂല ചേച്ചി. ഒക്കെ നീ കാരണം പാറു, നീ എന്തിനാ ഇല്ലാത്തൊക്കെ കുട്ടീനെ പറഞ്ഞു കൊടുത്തത്? രണ്ടില്ല മടിയായത് അമ്മ കൊണ്ട് പറ്റാൻ ഞാൻ നല്ല പറഞ്ഞു കൊടുക്കാം. സ്കൂളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം തന്നെ. അത് ചേച്ചിക്ക് അറിയോ? കുട്ടാ, പാറ ചേച്ചി പറയുന്ന പോലെ ഒന്നും അല്ലട്ടോ. പ്രിയ ചേച്ചി സ്കൂളിൽ പോകുന്നല്ലേ. സ്കൂളിൽ എന്ന് പറഞ്ഞാലേ നല്ല ഭംഗിയെ കാണാനേ. അവിടെ പാർക്ക് ഉണ്ടാവും, ലൈബ്രറി ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് പോയാലേ കുറേ ഫ്രണ്ട്സിനെ കിട്ടും അപ്പുക്കുട്ടന്. കുറേ നല്ല ടീച്ചർമാരും സാറുമാരും ഒക്കെ ഉണ്ടാവും. പിന്നെ ബോർഡിലൊക്കെ എഴുതി കളിക്കുക, ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ ഇരിക്കുക. ഫ്രണ്ട്സിന്റെ കൂടെ എന്തോ ഒരു കളികൾ കളിക്കാന്നറിയാം അപ്പുക്കുട്ട. മഴ പെയ്യുമ്പോൾ അത് പുറത്തേക്കൊക്കെ നോക്കി നിന്നാലേ നല്ല രസമാണ്. സ്കൂളിലിരുന്ന് മഴ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നിനക്ക് അറിയാം അപ്പുക്കുട്ട. എന്നാ അപ്പുക്കുട്ടി നീ സ്കൂളിൽ പോകണോ? നീ ഇത്ര പെട്ടെന്ന് ഭാഗം മാറിയ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ അതിന്റെ മനസ്സ് മാറ്റണ്ട കേട്ടോ. അമ്മ വന്നാൽ നല്ല പൊട്ടിക്കൽ ഇട്ടേക്ക്. ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. അവിടെ പോകുമ്പേ ഓൻ എന്നെ മനസ്സിലാവും. ഓന്റെ അനിയനാ, അതുകൊണ്ട് എന്റെ അതേ രീതി ഓന് കിട്ടുള്ളൂ. എന്റെ അതേ രീതിയാണെങ്കിൽ നിനക്ക് കിട്ടും പോലെ ഓന് കിട്ടും സ്കൂളിൽ നിന്ന്. ചേച്ചി ചുമ്മാ എന്നെ ഓരോന്ന് തോണ്ടി പറഞ്ഞിട്ടല്ലോ, എനിക്ക് നല്ല ദേഷ്യം വരും. നിനക്ക് അങ്ങനെ ദേഷ്യം വന്നാൽ നീ എന്ത് ചെയ്യും? നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നതന്നെ? ഞാൻ നോക്കുമ്പോ ചേച്ചി എന്തിനാ പേടിക്കാൻ പോകുന്നേ? ചേച്ചി ഇങ്ങനെ പേടിച്ചു ദൂരെയായി പോയല്ലോ. അല്ല പറയുന്നത് നീ വരുന്നില്ലേ സ്കൂളിൽ അവനെ ചേർത്താൻ പോകുമ്പോ? ഞാനൊന്നുമില്ല, നിങ്ങളൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി. അതെന്താ പറയുക അങ്ങനെ പറയുന്നേ? അപ്പുക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ? അത് നമ്മളെ സ്കൂളിലേക്കല്ല അവൻ വരുന്നത്. അപ്പൊ നമ്മൾ വേണ്ടേ അവൻ അവിടെയുള്ള സ്കൂളിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ? എനിക്ക് ആ സ്കൂളിൽ കണ്ട് മതിയായിക്കണേ. മാത്രമല്ല എനിക്ക് അവിടെ പോകുന്നത് എന്നെ ഇഷ്ടമല്ല. ഇനി നാളെ തന്നെ ഞാൻ വേണല്ലോ എന്ന് കരുതി പോകുന്നതാ. ഇവിടെ ലീവ് എടുക്കാൻ അമ്മ സമ്മതിക്കാത്തോണ്ട്. ലീവ് എങ്ങാനും എടുത്താൽ പിന്നെ ചെവിക്കൊരു സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ സ്കൂളിൽ പോകുന്നത്. ഇന്നെങ്കിലും ഞാൻ അവിടെ സമാധാനമായിട്ടൊന്ന് ഇരിക്കട്ടെ. ചേച്ചി വേണേ പോയിക്കോ, ഞാൻ പോരൂല എന്തായാലും. എന്റെ പാറു ഇത്ര കാലമായിട്ട് എന്റെ മടി മാറിയില്ലല്ലോ. ഈ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എന്റെ മടി കൂടി വരാണല്ലോ. 6ാം ക്ലാസ്സിനൊക്കെ ഇത്ര മടിയില്ലേ നീ നോക്കി വന്നേ? ഇപ്പൊ 7ാം ക്ലാസ്സിലായി പഠിക്കുന്നത്. അതൊക്കെ അറിയോ? നിങ്ങളും മര്യാദയ്ക്ക് പഠിച്ചോളേണ്ടി. ലേലേ തോൽപ്പിക്കൂ. ഈ വട്ടം തൊട്ടേ 8ാം ക്ലാസ് തൊട്ടിട്ട് കുട്ടികളെ തോൽപ്പിക്കുന്നുണ്ട്. പഠിക്കാത്ത കുട്ടികളെ ഒന്നേ ഇനി വെറുതെ പാസ്സാക്കി വിടൂലാന്ന്. അതാര് പറഞ്ഞേ? അത് ശരി, അപ്പൊ നീ ഇതൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലേ? ആരറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. അപ്പൊ ഈ അറിഞ്ഞില്ലേ, ഇനി മുതലേ 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത കൊല്ലം തൊട്ടിട്ട് നീ തോൽക്കാൻ റെഡി ആയിക്കോ. ഒന്നിക്ക് നീ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിக்க മര്യാദയ്ക്ക്. അല്ലെങ്കിൽ അടുത്ത കൊല്ലം തൊട്ട് തോറ്റ് കൊല്ലം മുഴുവൻ 8ാം ക്ലാസ് തന്നെ കുത്തിരിക്കേണ്ടി വരും. നല്ല രസമുണ്ട് ചേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതല്ലേ ചേച്ചി പറഞ്ഞേ സ്കൂൾ അടിപൊളിയാണെന്ന്? ചേച്ചിന്റെ ക്ലാസ് എവിടെ? ചേച്ചിന്റെ ക്ലാസ് ഇവിടെയല്ല. ഇതൊക്കെ LKG UKG കുട്ടികളെ മാത്രം ക്ലാസ് ഇവിടെ. ഞങ്ങളതൊക്കെ അപ്പുറത്ത് വലിയ ബിൽഡിംഗ് ആണ്. ഇന്റർവെൽ സമയത്തൊക്കെ ചേച്ചിമാരെ അപ്പുക്കുട്ടിനെ കാണാൻ വരും കേട്ടോ അങ്ങോട്ട്. പാറ എന്തെങ്കിലും ഷോക്കേറ്റ് മാതിരി നിൽക്കുന്നേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ലാന്ന്. എനിക്ക് ഇവിടേക്ക് വന്നിട്ട് ആകെ എന്തൊക്കെ ഒരു അസ്വസ്ഥതയാവുന്നു ചേച്ചി. അത് നാളെ സ്കൂളിൽ വരേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും. ഇത്ര ഇഷ്ടമല്ലേ പിന്നെ എന്തിനാ കൂടെ പോകുന്നത്? പിന്നെ ഈ അപ്പുക്കുട്ടെ കരഞ്ഞു പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്. ഞാൻ കൂടെ വന്നാലേ അവൻ സ്കൂളിൽ പോരൂന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ പോന്നു. ചുമ്മാ ചിരിക്കില്ലടാ. നീ ഒരൊറ്റാള് കാരണം ഞാൻ അങ്ങോട്ട് വന്നത്. ഇവിടെ വരുന്ന ഇഷ്ടമല്ല ചേച്ചി. അപ്പുക്കുട്ടിന്റെ സ്ലൈഡിൽ കളിക്കണം. അതിനെന്താടാ നിനക്ക് കളിക്കാൻ തന്നെ അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നേ? പോയി കളിച്ചോ. അപ്പുക്കുട്ടാ പിടിച്ചിരിക്കണേ, വീടരുത് കേട്ടോ. അവന്റെ ഒരു സന്തോഷം നോക്കിയാ അവനിവിടെ ഒത്തിരി ഇഷ്ടമായി തോന്നുന്നില്ലേ ചേച്ചി? അതെ അവനെ നിന്നെ പോലെ അല്ല, അവന് സ്കൂളൊക്കെ ഇഷ്ടം. അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും എന്നെ പോലെ. അയ്യടാ, അവൻ നല്ല കുട്ടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ ചേച്ചീനെ പോലെ പഠിക്കുന്ന കുട്ടിയാണെന്നൊന്നും പറയണ്ടേ. ചേച്ചി എവിടെ നല്ലോണം പഠിക്കല്? എനിക്കറിയാം, ഉത്തര പേപ്പറിൽ കിട്ടുന്ന മാർക്കൊക്കെ അമ്മ കാണാതെ തിരുത്തിയിട്ടല്ലേ ചേച്ചിക്ക്
ഇത്രയും മാർക്ക് ആവുന്നത്. ഞാനിതൊക്കെ അമ്മേനോട് പറയുന്നുണ്ട്. പാറു ചുമ്മാ അനാവശ്യം പറയല്ലേ. ഞാനെപ്പോഴും അനാവശ്യം പറഞ്ഞേ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ. നാളത്തെ പരീക്ഷയ്ക്ക് 12 മാർക്ക് കിട്ടിയില്ല ചേച്ചിക്ക്. ആ 12 എന്നുള്ളത് ചേച്ചിയെ 4 ആക്കി 42 ആക്കി മാറ്റിയില്ലേ? അത് ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ട്. അല്ല, ഇത് നമ്മുടെ ട്യൂഷൻ ടീച്ചറല്ലേ? നിനക്ക് ഇവരെ അറിയോ? അല്ല, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളുടെ മക്കളെ എവിടെയാ പഠിക്കുന്നേ? മോനെ ചേർത്താൻ വേണ്ടി വന്നതാ LKG-യിലെ. ഓ, അത് ശരി, ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഏട്ടാ, ഇവരാ മക്കൾക്ക് ട്യൂഷൻ എടുക്കാൻ വന്നില്ലായിരുന്നോ കുറച്ച് ദിവസം? ആ ടീച്ചർ. ആ, അത് ശരി. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. എന്തായാലും ടീച്ചർ ഇവിടെ ഉള്ള ഒരു ഭാഗ്യമായി. മോന് പരിചയക്കേട് ഉണ്ടാവില്ലല്ലോ. ഓ, ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് അവന്റെ കാര്യത്തിൽ. അവന്റെ കാര്യല്ലേ, അത് ഞാൻ ഏറ്റു. നിങ്ങൾ വിഷമിക്കണ്ട. അല്ല, പാറും പ്രിയൊക്കെ ഇതേ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? അതെ, അവര് രണ്ടുപേരും ഇവിടെ തന്നെയാ പഠിക്കുന്നത്. അത് ശരി. അന്ന് എന്റെ ട്യൂഷൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ പിന്നെ വരണ്ടാന്ന് പറഞ്ഞിരുന്നേ. അപ്പോഴേക്കും പിന്നെ എനിക്ക് ഇവിടെ ജോലി ശരിയായതുകൊണ്ട് പിന്നെ ഞാൻ വന്നില്ല, അന്വേഷിച്ചില്ല എന്ന് മാത്രം. അയ്യോ, അങ്ങനെയൊന്നല്ല. അവർക്ക് നല്ല മടിയാ, ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാ. എന്തായാലും ഇനി ഇവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് നേരെയാക്കി എടുക്കുന്നുണ്ട് മൂന്നിനി. അതെന്തായാലും നല്ലതാ. 3 പേരുടെയും കാര്യത്തിൽ ടീച്ചർക്ക് ഒരു ശ്രദ്ധ വേണം. അക്കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ അവനെ വിളിച്ച് ക്ലാസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ശരി, ഞാൻ എന്നാ മക്കളെ കൂട്ടി വരാം. അല്ല ടീച്ചറെ, LKG-യിൽ ഒത്തിരി പഠിക്കാനുണ്ടോ? ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. സമാധാനായി. ഒരുപാട് എന്തായാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഞങ്ങൾ ഇവിടുന്ന് എടുക്കുന്നതൊക്കെ അന്നു നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതെന്തിനാ? ചെറിയ കുട്ടികളല്ലേ, അപ്പൊ ഇവിടുന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവില്ലേ? പിന്നെ വീട്ടിൽ നിന്നൂടി പഠിപ്പിക്കാൻ തുടങ്ങിയാ അവർക്ക് ഇഷ്ടാവില്ലല്ലോ ടീച്ചറെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ഇവിടുന്ന് ഒന്ന് ഓടിച്ചു വിടാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് വേണം കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. ഞങ്ങള് എല്ലാം വാട്സപ്പിൽ വിടും. വാട്സപ്പ് നോക്കിയാൽ മതി, എല്ലാം വാട്സപ്പിൽ കിട്ടും. അപ്പൊ കുട്ടാ, മതി, സൂക്ഷിച്ച്. നീ കൊറേ നേരമല്ലേ കളിക്കുന്നത്? ഇനി ഇങ്ങോട്ട് ഇറങ്ങിക്കേ. കൈയും കാലൊക്കെ വേദനയാവും കേട്ടോ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് കളിക്കണം. കൊറേ ടൈം കളിക്കണം ചേച്ചി. കളിച്ചോട് ചേച്ചി. സ്കൂളിൽ ആകെ രസമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പാർക്ക് മാത്രമാണ്. ആഹാ, ഇവിടെ കളിയിലാണല്ലേ? അതെ അച്ഛാ, അവൻ എത്ര നേരമായി നിറയെ കളിക്കുന്നത്. അവന് ഈ സ്ലൈഡ് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ അവൻ പറയുന്നത്. മതി. അപ്പുക്കുട്ടാ, നിന്നെ ടീച്ചർ വിളിക്കുന്നുണ്ട്. വന്നേ, ടീച്ചറിനെയും അപ്പുക്കുട്ടിന്റെ ക്ലാസ് റൂമും ഒക്കെ കാണിച്ചു തരാം. വേണ്ട, എനിക്ക് ക്ലാസ് കാണണ്ട. എനിക്ക് ഇവിടെ ഇരുന്നാ മതി. എനിക്ക് ഇവിടെ കളിച്ചാൽ മതി അച്ഛാ. അയ്യോ അപ്പുക്കുട്ടാ, അങ്ങനെ പറയരുത്. പെട്ടെന്ന് ഇറങ്ങി വാ. നമുക്കേ ടീച്ചറെ അടുത്ത് പോയി വന്നിട്ട് പിന്നെയും കളിക്കാം. അപ്പു വാ, അച്ഛൻ പറഞ്ഞത് കേൾക്ക്. ചേച്ചിമാരെ വരാം നിന്റെ കൂടെ. ടീച്ചറെ കണ്ടു വന്നിട്ട് എന്നെ പാർക്കിൽ വരണോ? ഓ, സമ്മതിച്ചു. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നേ. പിന്നെ രാവിലെ ഒരു 10:30 ഒക്കെ ആവുമ്പോ കഴിക്കാനേ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടണം. അപ്പൊ ഇവിടുന്ന് കഞ്ഞി കൊടുക്കില്ലേ? പ്രിയമോക്കും പാറുമോക്കും ഒക്കെ ഇവിടുന്ന് കഞ്ഞി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പൊ നിർത്തലാക്കി. ഓ, അത് വലിയ കഷ്ടമായി പോയല്ലോ. അത് പിന്നെ ചില കുട്ടികളൊന്നും കഞ്ഞിയൊന്നും കുടിക്കത്തില്ല. അപ്പൊ പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തന്നെയാ നല്ലതെന്നാ ഇവിടുത്തെ സാർമാര് പറഞ്ഞത്. ഓ, അത് ശരി. പിന്നെ എല്ലാ മാസവും ഇവിടെ എക്സാം നടത്തും. എക്സാമിന് മാർക്ക് കുറവുള്ള കുട്ടികളുടെ പാരന്റ്സിനും ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കും. അതെല്ലാരും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം. അതെന്തിനാ? കുട്ടികൾക്ക് മാർക്ക് കുറയുന്നതിന് പാരന്റ്സിന് എന്തിനാ ക്ലാസ് എടുക്കുന്നത്? കുട്ടികൾക്കല്ലേ ക്ലാസ് എടുക്കണ്ടേ? അങ്ങനെയല്ല, നിങ്ങൾ കാര്യമായിട്ട് പഠിപ്പിക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നോണ്ടല്ലേ അവർക്ക് മാർക്ക് കുറയുന്നത്. അപ്പൊ നിങ്ങൾക്കല്ലേ ഞങ്ങൾ ക്ലാസ് തരണ്ടേ? മോനെ അപ്പു, ഇതാ നിന്റെ ക്ലാസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ക്ലാസ് അല്ല അച്ഛാ? അപ്പൊ കൂടെ വന്നോ? ഇങ്ങോട്ട് നോക്ക്, ഇതാ നിന്റെ ടീച്ചർ. നിനക്ക് പരിചയമില്ലേ ഈ ടീച്ചറിനെ? എന്താ അപ്പു, എന്നെ ഓർമ്മയില്ലേ? അയ്യോ അപ്പുക്കുട്ടനെ സ്കൂളിൽ വരണ്ട. അമ്മ പോവാ, അച്ഛാ പോവാ. എന്താ അപ്പുക്കുട്ടാ, നീ എന്തിനാ ബഹളം വെക്കുന്നത്? അപ്പുക്കുട്ടാ, ഇതാണ് നിന്റെ ക്ലാസ് റൂം. നീ ഇവിടെ ഇരുന്നാ പഠിക്കേണ്ടത്. നിനക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരും. നിന്റെ ടീച്ചറെ ഞാനാ. എനിക്ക് വീട്ടിൽ പോയാ മതി. അമ്മ, അച്ഛാ, ചേച്ചി പോവാ. എന്നാ ശരി, നിങ്ങൾ പൊക്കോളൂ. നാളെ വന്നാ മതി. ശരി ടീച്ചർ. എന്താ അപ്പുക്കുട്ടാ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കുറെ നേരമല്ല അവര് പോയിട്ട്. എന്തെടുക്കാനാവോ? പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാ മതിയായിരുന്നു. എന്റെ പാറു, എനിക്ക് വേറെ എവിടെ പോകുമ്പോ ഇത്ര അസ്വസ്ഥത ഇല്ലല്ലോ. സ്കൂളിൽ നിന്ന് കേട്ടാലേ അലർജി ആയി പെണ്ണിന്. എന്ത് ചെയ്യാനാ ചേച്ചി? എനിക്ക് സ്കൂളിൽ നിന്ന് കേട്ടാലേ തലവേദനയാ. പാറു 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിൽ എത്തും. അതിനെ കുറിച്ചിട്ട് വല്ല വിചാരമുണ്ടോ? അതിനെ കുറിച്ച് എന്തിനാ ഞാൻ എപ്പോഴേ വിചാരിക്കുന്നത്? 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴല്ലേ? അപ്പൊ ആലോചിക്കാം. അത് പിന്നെ ആരെയും കൂടെ ഒളിച്ചോടി പോയാലോന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താ പറു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതിനെ ഞാൻ വിവേകായിട്ട് നോക്കുന്നത്. വരണേന്റെ ഫ്രണ്ട് ഇല്ലേ? ചേച്ചി വരണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒളിച്ചോടാം. ചേച്ചിക്ക് +2 പരീക്ഷ എഴുതണ്ട. എനിക്ക് 10ാം ക്ലാസ്സിൽ എത്താൻ വേണ്ട. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ചേച്ചി. പൊന്നു പാറു, ആരാ എന്നോട് ഈ പൊട്ടത്തിലൊക്കെ പറഞ്ഞേ? കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്നോ? കല്യാണം കഴിച്ച് നമ്മളെ അമ്മേന്റെ അവസ്ഥയിൽ കാണുന്നില്ലേ? അത് അമ്മ ഒരു പാവായതുകൊണ്ടല്ലേ. ഞാൻ അമ്മേനെ പോലെ പാവല്ലല്ലോ. നമുക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ ആരും നമ്മളെ വില വെക്കില്ല പാറു. ജോലിയൊക്കെ കിട്ടണമെങ്കിൽ എത്ര പഠിക്കണം ചേച്ചി? എനിക്ക് അത് ആലോചിക്കാൻ കൂടി വയ്യ. നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? എന്നാല് പാറു ഈ നടക്കുന്ന വല്ല കാര്യം പറയും ചേച്ചി. അപ്പുക്കുട്ടാ, നീ വന്നോ? എന്താടാ, നീ എന്തിനാ കരയുന്നേ? എന്താ അപ്പുക്കുട്ടാ, നീ എന്തിനാ കരയുന്നേ? ഇവിടെ അച്ഛനും അമ്മയും എവിടെ അപ്പുക്കുട്ടാ? പറയടാ, നീ എന്തിനാ കരയുന്നേ? നിനക്ക് സ്കൂൾ ഇഷ്ടായില്ലേ? ചേച്ചി, എനിക്ക് ഇവിടെ പഠിക്കണ്ട ചേച്ചി. നീ തുള്ളി ചടിയാണല്ലോ അങ്ങോട്ട് പോയത്. പിന്നെന്താ, നീ പാർക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെന്തിനാ നീ കരയുന്ന അപ്പുക്കുട്ട? ചേച്ചി, ട്യൂഷൻ എടുക്കാൻ വന്ന അല്ല തല്ലുന്ന ചൂരല് വടിയോട്ട് തല്ലുന്ന ടീച്ചറാ ഇവിടെ ഉള്ളേ. സത്യാണോ അപ്പുക്കുട്ട നീ പറയുന്നേ? ആ ടീച്ചർ തന്നെയല്ല. ടീച്ചറിന്റെ തല്ല് കൊല്ല ചേച്ചി. എനിക്ക് സ്കൂളിൽ പോണ്ട. അവരിവിടെ ടീച്ചറായോ? എന്റെ പൊന്നി ചേച്ചി, അവര് നമുക്കിട്ട് നല്ല വീക്ക്
മനസ്സിലാവുമല്ലോ. നമുക്ക് അച്ഛനോടും അമ്മേനോടും പറഞ്ഞ് ഇവനെ സ്കൂൾ മാറ്റിച്ചാലോ? ഓ നമ്മൾ ഇവിടെ പഠിക്കുന്നോണ്ട് ഇവൻ എന്തായാലും നമ്മുടെ സ്കൂളിൽ ചേർത്തിട്ടുള്ളൂ പാറു. ചേച്ചി അപ്പുകുട്ടനെ ടീച്ചർക്ക് കൊടുക്കേണ്ട ചേച്ചി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? അത് ശരി, 3 പേരോട് ഇവിടെ ഇരിക്കുകയാണോ? ദേ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, വന്നേ പോവാം നമുക്ക്. അമ്മേ ട്യൂഷൻ ടീച്ചറാണോ അപ്പുകുട്ടന്റെ ക്ലാസ് ടീച്ചർ? അതല്ലോ, ഭാഗ്യത്തിനായി ആ ടീച്ചർ. അതുകൊണ്ട് തന്നെ അപ്പുകുട്ടൻ നല്ല പരിചയം ഉണ്ടല്ലോ അവരെ. മാത്രമല്ല അവര് നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അമ്മ അവര് നല്ലോണം തല്ലും അമ്മേ കുട്ടികളെ. അമ്മയ്ക്ക് അറിയില്ല അവര് ചൂരിൽ കൊണ്ടുവരുന്നത്. ആ അടി കിട്ടിയ മക്കളെ പഠിച്ച് നന്നായിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്കൊക്കെ ഇച്ചിരി അടി കുറവാ കിട്ടിയത്. നീ എന്റെ അപ്പുകുട്ടനെങ്കിലും ഒന്ന് പഠിച്ച് മിടുക്കാനാവട്ടെ. അമ്മ അവൻ കരയുന്നുണ്ടില്ലേ? അവൻ ഈ സ്കൂളിൽ വരണത് ആ ടീച്ചറെ കണ്ടോണ്ടാ. ഓ അതൊക്കെ അങ്ങ് മാറിക്കോളുന്നേ. അപ്പുകുട്ടൻ വന്നേ. അപ്പുകുട്ടന് ബാഗും യൂണിഫോമും ഒക്കെ വാങ്ങിക്കാന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. നമ്മൾ ഇതേ വീട്ടിലേക്ക് പോകുന്ന വഴിക്കന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ. പെട്ടെന്ന് വന്നേ. സ്പൈഡർമാൻ ബാഗ് വാങ്ങി തരുമോ അമ്മ? വാങ്ങി തരാലോ, പെട്ടെന്ന് വാ. കണ്ടില്ലേ നിങ്ങള്? ഓന്റെ മൂഡ് മാറിയത്. ഓനതൊന്നും പ്രശ്നമല്ല. നിങ്ങളായിട്ട് രണ്ടുപേരും കൂടി പറഞ്ഞേ കുട്ടീനെ പേടിപ്പിക്കാൻ ഞാൻ മാത്രം മതി.